ഇടപെടൽ വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് എന്ന് ഞാനും കരുതുന്നില്ല. SNDP പിടിച്ചെടുക്കാനൊന്നും CPIM-നെ കൊണ്ട് എന്തായാലും കഴിയില്ല. അതിനുവേണ്ടി വഞ്ചി ഇറക്കുകയാണെങ്കിൽ ആ വഞ്ചി അധിക ദൂരം മുന്നോട്ടേക്ക് പോകില്ല. അതിനു മുൻപേ അത് മറിയും. കാരണം അത്രയും ശക്തമായ ഒരു സംവിധാനമുള്ള ഒരു ചിട്ടയായ പ്രവർത്തന ശൈലിയുള്ള ഒന്നാണ് SNDP യോഗം എന്ന് പറയുന്നത്. ഇതിൽ പാർട്ടി ഭാരവാഹികൾ തന്നെ ശാഖാ ഭാരവാഹികളാണ്. നേരത്തെയുള്ള തീരുമാനമൊന്നും അങ്ങനെ CPIM-ന്റെ ഔദ്യോഗിക ഭാരവാഹികൾ ഔദ്യോഗികമായി ലോക്കൽ സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള ആളുകളൊക്കെ മറ്റ് സമുദായ സംഘടനകളിലേക്ക് പോകുന്നതിനൊക്കെ ആദ്യഘട്ടങ്ങളിലൊന്നും കഴിയില്ല. എന്തായാലും BDJS വന്നതോടുകൂടി ആ രീതിയിൽ തന്നെ ഇപ്പോൾ തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് CPIM ശ്രമിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് മേൽ SNDP-യുടെ നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനായിട്ടുള്ള ഒരു ശ്രമമാണ്. നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ പഴയ BDJS രൂപീകരിച്ച വേളയിൽ കാണിച്ച സമ്മർദ്ദം അത് വെള്ളാപ്പള്ളിയെ കൊണ്ട് തള്ളിപ്പറയിക്കുന്നതിലേക്കൊക്കെ എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും ഇത്തവണ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല ഉണ്ടായിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനും തിരിച്ചറിയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മകനോ ഭാര്യയോ BJP-ക്കൊപ്പമോ RSS-നൊപ്പമോ സഹകരിക്കുന്നു എന്നത് മാത്രമല്ലല്ലോ ഇവിടുത്തെ വിഷയം. ശാഖാംഗങ്ങളായ സമുദായ അംഗങ്ങളായ ആളുകൾ തങ്ങൾക്ക് എന്തിനോടാണ് താല്പര്യം, എവിടേക്കാണ് തങ്ങൾ നിൽക്കുന്നത് എന്നത് അവരെടുത്ത തീരുമാനമാണ്. ആ എടുത്ത തീരുമാനം അവരെ കൊണ്ട് മാറ്റിക്കാൻ ഇങ്ങനെ ഒരു യോഗം വിളിച്ചത് കൊണ്ട് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. നോക്കൂ, ഒരു യൂണിയനിൽ 25ഓളം ശാഖകളുള്ള യൂണിയനുകൾ, അങ്ങനെയുള്ള യൂണിയനുകളുടെ എണ്ണം തന്നെ നമ്മൾ എടുത്തു നോക്കണം. ഈ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള കേരളത്തിൽ 144 യൂണിയനുകളുണ്ട് SNDP-ക്ക്. അപ്പോൾ അത്രയും യൂണിയനുകളിലെ ഈ ഭാരവാഹികളെ, പാർട്ടി ഭാരവാഹികൾ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് ഈ 144 യൂണിയനുകളിലും നമുക്കങ്ങ് നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മുടെ ശക്തി അങ്ങ് ശക്തമാക്കാം എന്ന് MV ഗോവിന്ദനോ പിണറായി വിജയനോ വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അത് നമുക്ക് ആ ഒറ്റ ചിന്തയിൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ ആകെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് SNDP നേതൃത്വവുമായി വെള്ളാപ്പള്ളി നടേശനുമായി ഒക്കെ കലഹിച്ച് നിൽക്കുന്ന, കാലാകാലങ്ങളായി കലഹിച്ച് നിൽക്കുന്നവരുണ്ട്, വിഘടിച്ച് നിൽക്കുന്നവരുണ്ട്, യോഗത്തിൻ്റെ ഭാഗമല്ലാതെ മറ്റു വേദികൾ രൂപീകരിച്ച് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തിനൊപ്പം സഹകരിക്കുന്നവരാണ് മിക്കവാറും ആളുകളും. അവരൊക്കെ അതേ രീതിയിൽ തുടരും. പക്ഷേ അവരിൽ പലരും BJP-യോട് അടുക്കുന്നുണ്ട് എന്നതുകൂടി ഇപ്പുറത്തെ വെള്ളം തേവാൻ പോകുമ്പോഴേക്കും മറുഭാഗത്തു കൂടി വെള്ളം അങ്ങോട്ട് കുത്തിയലിച്ച് കയറുന്നത് കൂടി കാണാതെ പോകരുത്. ബണ്ടിൻ്റെ രണ്ട് ഭാഗവും പൊട്ടി നിൽക്കുകയാണ് CPIM ഇപ്പോൾ. ഒഴുകിപ്പോയ SNDP-യെ കറക്റ്റായിട്ട് തേവി അകത്തേക്ക് കയറ്റാൻ നോക്കുമ്പോഴേക്കും ഇപ്പുറത്തെ ബണ്ടിലെ ഒലിച്ച് മറുഭാഗത്തു കൂടി വിഘടിച്ച് നിൽക്കുന്ന ആളുകളിൽ പലരും BJP-യുമായും RSS-മായും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. SNDP മാത്രമല്ല, മറ്റ് സമുദായ സംഘടനകളിലായാലും എല്ലാം ആളുകൾക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി. പഴയതുപോലെ ഈ പാർട്ടിയുടെ ഒരു ധാർഷ്ട്യം കാണിച്ചൊന്നും എല്ലാവരെയും അടക്കി നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ അനുസരിപ്പിച്ച് നിർത്താനോ അവർ പറയുന്നതെല്ലാം ശരിയാണ് എന്നങ്ങ് കേട്ടു നിൽക്കാനോ കഴിയുന്ന ആളുകളല്ല. ആളുകൾ സ്വയം നിർണയ അധികാരമുള്ളവരാണ്. അവർ സ്വയം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, SNDP-യിൽ തന്നെ ആയാലും ഈ മൈക്രോ ഫിനാൻസ്, ചിട്ടിതട്ടിപ്പ്, അങ്ങനെ പല പല വിഷയങ്ങൾ അതിനുള്ളിൽ തന്നെ, സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കാത്ത പ്രശ്നങ്ങളായി കിടക്കുന്നുണ്ട്. ആളുകൾ തമ്മിൽ അതിന്മേലുള്ള പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഈ അടൂർ യൂണിയനിലൊക്കെ ഇടതുപക്ഷത്തിന് ഈ ഭാരവാഹികളെയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. മറ്റ് സ്ഥലങ്ങളിലൊക്കെ താരതമ്യേന ബുദ്ധിമുട്ടാണ്. പിന്നെ BDJS രൂപീകരിച്ചപ്പോൾ നടത്തിയ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, CPIM നടത്തിയിട്ടുള്ള ഒരു വലിയൊരു ക്യാമ്പയിൻ ആയിരുന്നു. ആ ക്യാമ്പയിനിൽ നേതൃത്വത്തെ ഭയപ്പെടുത്താൻ പറ്റി, നേതൃത്വത്തെ ഒപ്പം നിർത്താൻ പറ്റി. പക്ഷേ അന്ന് മുതൽ തന്നെ ഈ ആളുകളുടെ ഒഴുക്ക് 2015 രൂപീകരിക്കുന്നു, 16 NDA-യുടെ ഭാഗമാകുന്നു. ആ NDA-യുടെ ഭാഗമാകുന്ന തീരുമാനങ്ങളൊക്കെ അതൊന്നും പെട്ടെന്ന് സംഭവിച്ചതൊന്നുമല്ല. ഏകദേശം ഒരു 15 മാസത്തോളമായി അതിൻ്റെ ഒരു ബാക്ക്ലോഗ് ഉണ്ട്. അതെല്ലാം കൃത്യമായി അങ്ങനെ വന്നാണ് ആ സംഘടന ഇപ്പുറത്തേക്ക് വരുന്നതുമല്ല. SNDP-യും BDJS-ഉം രണ്ടാണ്, അല്ലെങ്കിൽ SNDP-യിലുള്ളവർ BDJS-ന്റെ ഭാഗമല്ല എന്നൊന്നും വെള്ളാപ്പള്ളി നടേശൻ ഇനി പറയില്ല. കാരണം BDJS-ന്റെ തന്നെ ഭാരവാഹികളായ അദ്ദേഹത്തിൻ്റെ മകൻ മാത്രമല്ല, ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയായാലും എല്ലാവരും ഇതിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന ആളുകളാണ്. SNDP-യുടെ തന്നെ ഭാഗമായ യൂണിയനുകളിലെ ആളുകളാണ് ഈ പ്രചാരണത്തിനും എല്ലാം പോകുന്നത്. ഇടുക്കിയിലൊക്കെ പ്രചാരണത്തിന് RSS-കാരും SNDP-കാരും എല്ലാം ഒന്നിച്ചാണ് പോയത്. സംഗീതയുടെ പ്രചാരണത്തിന് ഒരു ഉദാഹരണമായി എടുത്താൽ തുഷാറിൻ്റെ നമുക്ക് മാറ്റി നിർത്താം, കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ്. പക്ഷേ സംഗീത അങ്ങനെയല്ലല്ലോ. സംഗീതയുടെ പ്രചാരണത്തിന് RSS-കാരും SNDP-കാരും എല്ലാം ഒന്നിച്ച് തന്നെയാണ് പോയത്. അതായത് SNDP യൂണിയനിലുള്ള RSS-കാരും പുറത്തുള്ള ആളുകളും എല്ലാവരും ചേർന്ന് തന്നെയാണ് ഈ പ്രചാരണത്തിനൊക്കെ പോയിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉണ്ണിസാർ പറഞ്ഞതുപോലെ അവിടെ വർഗീയതയൊന്നുമല്ല. ഈഴവർ തങ്ങളുടെ സ്വത്വം എന്താണ്, തങ്ങൾ എവിടെയാണ്, വേർ വി വിൽ ബിലോങ്, അതവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്കുള്ള ഒരു ഐക്യപ്പെടൽ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ. അവിടെ വർഗീയതയാണ് അല്ലെങ്കിൽ വർഗീയ പാർട്ടിയാണ്, അതൊന്നും ആ നറേറ്റീവ് ഒന്നും ഇനി ഏൽക്കില്ല ഉണ്ണിസാർ. ഇനി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും ഇടതുപക്ഷം ആ നറേറ്റീവ് മാറ്റിപ്പിടിക്കണം. ഇടതുപക്ഷ
ഇടതുപക്ഷത്തിൻ്റെ അതേ നറേറ്റീവാണ് അങ്ങ് ഇപ്പോൾ അതായിരിക്കും, അങ്ങനെ സംഭവിക്കും, അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ ഭയമും BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുകൂടായ്മയാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോഴുള്ള ഫ്രഷ് നറേറ്റീവ് എന്ന് പറയുന്നത് ആരാണ് ഞങ്ങൾക്ക് ഉള്ള സഹായങ്ങൾ ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ ആരാണ് ഞങ്ങളെയും ചേർത്ത് പിടിക്കുന്നത്, ആരാണ് ഞങ്ങളെ കൂടെ നിർത്തുന്നത്. കേവലം വോട്ട് ബാങ്കായി മാത്രം കാണുന്ന CPIM വേണോ, ഐക്യപ്പെട്ടുകൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു സംവിധാനം വേണോ? അതിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം സംഭവിച്ച, വോട്ടിന് വേണ്ടി മാത്രം സംഭവിച്ച ഒരു ഷിഫ്റ്റ് അല്ല. അതായത് സമസ്തയെ കൂടെ കൂട്ടാൻ വേണ്ടി ഇടതുപക്ഷം മലബാറിൽ കളിച്ച കളി പോലെയല്ല. കൃത്യമായി ആളുകൾ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒത്തുകൂടുകയാണ്. അതാണ് ഞാൻ ഇടുക്കിയിലെ പ്രചാരണത്തിന്റെ കാര്യം പറഞ്ഞത്. അന്വേഷിച്ചാൽ മനസ്സിലാകും. ആ രീതിയിലുള്ള ആശയപരമായ ഒരു ഷിഫ്റ്റ് അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവർ പേഴ്സണൽ ചോയ്സ് എടുത്തിരിക്കുന്നു, ഹൈന്ദവ സ്വത്വത്തിലേക്ക് കൂടുതൽ ഐക്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ പറയുന്നത് സ്വത്ത് രാഷ്ട്രീയത്തിന്റെ ഒരു സ്വാധീനം വലുതായി കടന്നു വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ബംഗാളിൽ സംഭവിച്ചതും സമാനമായാണ്. ത്രിപുരയിൽ ഈ ഗോത്ര വിഭാഗങ്ങളെല്ലാം എങ്ങനെയാണ് ഒറ്റയടിക്ക് അപ്പുറത്തേക്ക് മാറിയത്? അത് ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ഇനി CPIMന്റെ സംസ്ഥാന സമിതി യോഗത്തിനകത്ത് ചർച്ചയായ പ്രധാനപ്പെട്ട കാര്യം യോഗത്തിന്റെ നേതൃത്വത്തെ RSS ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുക. ആ ഒരു വിശകലനം തന്നെ തെറ്റാണ്. നേതൃത്വമല്ല, താഴെയുള്ള ആളുകളാണ് RSSനോട് ചേർന്ന് നിൽക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പമുള്ള സംസ്ഥാന നേതൃത്വത്തെയും തിരുത്തുന്നതിന് അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കുന്നതിനായിട്ടുള്ള ഇടപെടലുകളുമായി കൊടിയും പിടിച്ച് അവിടെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് മാർച്ച് ചെയ്ത ആളുകൾ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ എവിടെയാണ് ഇടപെടേണ്ടതെന്ന് മനസ്സിലാകാതെ ഈ പടപ്പിൽ തള്ളുകയാണ്. അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ശാഖകളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ ശാഖകളിലുള്ള ആളുകൾ മുഴുവൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നിടത്ത് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിൽക്കുമെന്ന്. കാരണം എല്ലാ പാർട്ടിയിലും പെട്ടവർ SNDPയുടെ ശാഖകളുടെ ഭാഗമാണ്, യൂണിയന്റെ ഭാഗമാണ്. ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാലിന് ആലപ്പുഴയിൽ വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു ശാഖയുടെ ഭാരവാഹി ഇപ്പുറത്ത് CPIMന്റെ ഭാരവാഹിയും അതേ ശാഖയുടെ കമ്മിറ്റിയിൽ തന്നെ ഉണ്ടെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ യൂണിയന്റെ ഭാഗമാണ്. നീ KC വേണുഗോപാലിന് വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വോട്ട് ചെയ്യാതിരിക്കുമോ? ആരിഫിനാണ് നീ വോട്ട് ചെയ്യേണ്ടത്, അതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ചെയ്യുമോ? ചെയ്യില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ആലപ്പുഴയിൽ കണ്ടത്. ചെയ്യണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ആളുകൾ കൃത്യമായി പോയി ചെയ്തു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന്റെ വോട്ട് കൂടിയതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതാണ് അവിടെ സംഭവിച്ചത്. KC വേണുഗോപാൽ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിന് അവിടെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിച്ചേനെ. അത് വെള്ളാപ്പള്ളി നടേശനും അറിയാമായിരുന്നു, SNDPക്കും അറിയാമായിരുന്നു. അത് KC ആയതുകൊണ്ട് മാത്രമാണ് ആലപ്പുഴയിൽ ജയിച്ചത്. അത് KCക്കും അറിയാം, വ്യക്തിപരമായ വോട്ടുകൾ കിട്ടിയത് കൊണ്ടാണ് ജയിച്ചതെന്ന്. ഇനി ഈ ശാഖകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? SNDPയിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യണം. വെള്ളാപ്പള്ളി നടേശൻ അടങ്ങിയിരിക്കുമോ? വെള്ളാപ്പള്ളി നടേശന്റെ ഒരു സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന, വെള്ളാപ്പള്ളി നടേശനോടും കൂറുള്ളവരാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായാലും ഈ നേതാക്കൾ എല്ലാവരും. മറ്റു കാര്യങ്ങളിലെല്ലാം, ഇടപാടുകളിലെല്ലാം പങ്കാളിത്തമുള്ളവരാണ് ഈ പാർട്ടിയിലെ നേതാക്കളായിരിക്കുന്ന, ലോക്കൽ കമ്മിറ്റി മുതലുള്ള ഭാരവാഹികളായിരിക്കുന്ന ആളുകൾ. അവർ പാർട്ടി പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പണമിടപാടുകൾ അടക്കമുള്ളവ മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിക്ക് പിന്നാലെ ഈ കാര്യങ്ങൾക്കായി പോകുമോ? അവരും അവിടെ സ്വന്തം തടിയെ നോക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രവർത്തനവും പാളും. ഇനി സ്വത്ത് രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. അങ്ങനെ ഒരു പ്രമേയം വേണമെങ്കിൽ പാസ്സാക്കാം. ഈ നേതാക്കളെല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കാം. പക്ഷേ ആ പ്രമേയം കൊണ്ട് ആൾ കൂടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി ന്യൂനപക്ഷ പ്രീണനം, നേരത്തെ ഉണ്ണിസാർ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു സമീപനം അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത അത് വളർത്തിയെടുത്തുകൊണ്ടാണ് ഈ കടന്നുകയറ്റം എന്ന് പറഞ്ഞു. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം മതനിരപേക്ഷതയുടെ പ്രധാന ഭാഗമാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്നതാണല്ലോ CPIMന്റെ പ്രഖ്യാപിത നിലപാട്. പക്ഷേ ന്യൂനപക്ഷ പ്രീണനം സംഭവിക്കുന്നത് എപ്പോഴാണ്? ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ ആ വിഷയത്തിന് തത്തുല്യമായ പ്രാധാന്യമുള്ള തങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാതെ വരുമ്പോഴാണ് ആളുകൾക്ക് തോന്നുക അവിടെ മാത്രം പ്രീണിപ്പിക്കുന്നു എന്നത്. അത് SNDPക്കോ അല്ലെങ്കിൽ അതിൽ പെടുന്ന ആളുകൾക്കോ സമുദായ അംഗങ്ങൾക്കോ തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം സമസ്തയുടെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായി ചില വിഷയങ്ങൾ ഏറ്റെടുക്കുകയും സെമിനാറുകൾ നടത്തുകയും കോൺഗ്രസിനേക്കാൾ താല്പര്യത്തോടുകൂടി, കാരണം കോൺഗ്രസിനൊപ്പമാണ് ലീഗ് നിൽക്കുന്നത്, UDFനൊപ്പമാണ്, അതിനേക്കാൾ താല്പര്യത്തോടുകൂടി സിവിൽ കോഡിലായാലും ഏത് വിഷയത്തിലായാലും ഓരോ വിഷയം എടുത്തു നോക്കൂ. എല്ലാ വിഷയങ്ങളിലും പൗരത്വ പ്രതിഷേധത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഓരോ വിഷയത്തിലും കൂടുതൽ താല്പര്യം എടുത്തുകൊണ്ട് തങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന CPIMന്റെ ആ നറേറ്റീവ് പാളിയിട്ടുണ്ട്. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ BJP പറയുന്നത് ശരിയാണല്ലോ എന്ന് ഇവർക്ക് തോന്നി തുടങ്ങുകയും ഇപ്പുറത്തേക്കുള്ള ഒഴുക്ക് തുടങ്ങുകയും. വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ടാണ് ഇന്ന് കൃത്യമായി പറഞ്ഞത് പാർട്ടി അനുഭാവികളായ SNDPയിലെ അംഗങ്ങളുടെ യോഗം ശാഖാതലത്തിൽ വിളിച്ചു ചേർക്കാനായിട്ടുള്ള നിങ്ങളുടെ നീക്കം, പാർട്ടിയുടെ നീക്കം മണ്ടത്തരമാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത്. ഇനി വേണമെങ്കിൽ നിങ്ങൾ സമുദായ അംഗങ്ങളെ മുഴുവനായി വിളിച്ചോളൂ, അതിൽ എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട്. അങ്ങനെ സമുദായ അംഗങ്ങളുടെ ഒരു യോഗം വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം, ഞാനും സഹകരിക്കാം. ഇത് കൊച്ചിയിൽ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രമേ ഉള്ളൂ. പിണറായി വിജയൻ ശൈലി മാറ്റേണ്ട എന്നതൊക്കെ പിണറായി വിജയനെ വെള്ളാപ്പള്ളി
നരേശൻ തള്ളി പറയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. മാത്രമല്ല വെള്ളാപ്പള്ളി നരേശനോട് നരേന്ദ്രമോദിയെക്കുറിച്ച് ചോദിച്ചു നോക്കിക്കോളൂ. നരേന്ദ്രമോദിയും ഇതേ OBC വിഭാഗത്തിൽപ്പെടുന്നയാൾ. നരേന്ദ്രമോദിയെയും തള്ളി പറയില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെയും കേരളത്തിൽ പിണറായി വിജയനെയും നന്നായി തന്നെ വെള്ളാപ്പള്ളി നരേശൻ പറയുകയുള്ളൂ. അതിൻ്റെ അർത്ഥം LDF-നൊപ്പം മുഴുവൻ സമുദായത്തിൻ്റെയും വോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കെട്ടാം എന്നുള്ള ഒരു ധാരണയായി കരുതേണ്ടതില്ല. ഇനി തുടർച്ചയായി പ്രകോപനം വന്നത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനിൽ നിന്നാണ്. ആ പ്രകോപനം വലിയ രീതിയിൽ താഴെത്തട്ടിലേക്ക് SNDP-യുടെ താഴെത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങി, ആലപ്പുഴയിൽ ഇറങ്ങി. തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാര്യയൊക്കെ കോട്ടയത്ത് വളരെ സജീവമായിരുന്നു. അതുപോലെ തന്നെ പ്രീതി നടേശൻ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയും സജീവമായിരുന്നു. അവിടെ അവർ സജീവമാകുമ്പോൾ മകൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർ പോകുന്നതിനെ മറ്റൊരു രീതിയിൽ ഇങ്ങനെയാണ്, റിക്രൂട്ടിംഗ് ഏജന്റാണ് അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വിദ്വേഷം വളർത്തുന്നതിനുള്ള ശ്രമം MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. BDJS വഴിയുള്ള റിക്രൂട്ട്മെന്റ് BJP-യിലേക്ക് നടത്തുകയാണ് അല്ലെങ്കിൽ RSS-ലേക്ക് നടത്തുകയാണ്. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കിയത് ആരാണ് എന്നതുകൂടി, ഇപ്പുറത്ത് തീ തല്ലിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ തീ ആളിക്കത്തിച്ചത് ആരാണ്, പ്രകോപനപരമായ പ്രസ്താവനകൾ കൊണ്ട് കൂടുതൽ ആ ഒരു വിദ്വേഷം വലുതാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ MV ഗോവിന്ദന്റെ ഭാഗവും ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ വിഭാഗീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് വളരുന്ന ഒരു സംവിധാനമാണ് എന്ന് വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും അത് സമ്മതിച്ചു തരാൻ കഴിയില്ല. കാരണം ഈ ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, ഹിന്ദുക്കൾ എല്ലാവരും ഒന്നിക്കുകയാണെങ്കിൽ, ആ ഒരു സ്വത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിക്കുകയാണെങ്കിൽ, BJP-യിലേക്ക് പോവുകയാണെങ്കിൽ തീർന്നു, CPIM തീർന്നു. കാരണം CPIM ആണ് കേരളത്തിലെ ഹിന്ദു പാർട്ടി. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ നിൽക്കുന്നതും ഈ ഹിന്ദുക്കൾ ചോർന്നു പോയാൽ തങ്ങൾ തീർന്നു എന്നും, അത് കാരണം വിശ്വാസത്തെയും ഒക്കെ തള്ളി പറയുമെങ്കിലും ഹിന്ദുക്കൾ വിശ്വാസികൾ ഉള്ളതുകൊണ്ടാണ് CPIM എന്ന പാർട്ടി ഇന്ന് അടിസ്ഥാനത്തോടെ നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയാം. ഈ ന്യൂനപക്ഷ ഏകീകരണത്തിനും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൂടെ കൂട്ടുന്നതിനും ഒക്കെ പോകുമ്പോഴും അവർക്കറിയാം അവരുടെ വോട്ട് ബാങ്കിൻ്റെ ഗണ്യമായ ഭാഗം സംഭാവന ചെയ്യുന്നത് ആരാണെന്ന്. അതുകൊണ്ടാണ് ഈഴവ വോട്ടുകൾ ചോർന്നു പോകുമ്പോൾ ആ ഈഴവ വോട്ടുകളിൽ അത്രയും ടെൻഷൻ ഉണ്ടാകുന്നത്. കാരണം പതിയെ അടർന്നടർന്ന് അങ്ങനെയാണ് ബംഗാളിലും ഇല്ലാതായത്. അതിവിടെ സംഭവിക്കുമോ എന്നുള്ള ന്യായമായ ടെൻഷനുണ്ട്. ഇനി ക്ഷേത്രങ്ങൾ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്ഷേത്രങ്ങൾ പരിപാലിക്കേണ്ടത് വിശ്വാസികളാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞല്ലോ. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ചും ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്തൊക്കെ അവിടെ പോയി നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തെ നേതാക്കളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒന്ന് കൈകൂപ്പി ഇങ്ങനെയൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുമെന്നാണ്. ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിന് വിശ്വാസികളായ ആളുകൾ തന്നെയാണ്, വിശ്വാസികളായ നേതാക്കൾ തന്നെയാണ്. പക്ഷേ ക്ഷേത്രത്തിൽ പോയി നിൽക്കുമ്പോൾ തങ്ങളുടെ ഒരു പ്രതിച്ഛായയ്ക്ക് എന്തോ കോട്ടം സംഭവിക്കുന്ന മട്ടിലാണ്. ഇങ്ങനെ കൈകൂപ്പില്ല, ഇങ്ങനെ നിൽക്കും, മസിൽ പിടിച്ച് നിൽക്കും. എന്നിട്ടാണ് വിശ്വാസി എന്ന് പറയുന്നത്. ഞാനൊരു വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആരാധനാലയത്തിൽ പോയാൽ ആ ദൈവത്തെ വണങ്ങുന്നതിന് എനിക്ക് മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ദൃഷ്ടിയിൽ ഞാൻ എങ്ങനെയായിത്തീരും, എൻ്റെ പ്രതിച്ഛായ എന്തായിത്തീരും എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടതില്ല. അങ്ങനെയുള്ള വിശ്വാസികളാണ് ഈ പറയുന്ന പാർട്ടിക്കാരെങ്കിൽ അവർ ക്ഷേത്രങ്ങളിൽ വരുന്നതും ക്ഷേത്ര ഭരണങ്ങൾ ഏറ്റെടുക്കുന്നതും മറ്റു വിശ്വാസികളും ഏറ്റെടുക്കും, ഇവരെയും ചേർത്ത് നിർത്തും. അതല്ലാതെ നട തുറക്കുമ്പോൾ ഈ തീർത്ഥം വാങ്ങാനായി പോലും മടിച്ചു നിൽക്കുന്ന നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ഷേത്ര നടകളിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ ആർക്കൈവുകൾ പരിശോധിച്ചാൽ അറിയാം. ആറ്റുകാൽ പൊങ്കാല പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഇങ്ങനെ നിൽക്കുകയുള്ളൂ, ഏത് നേതാവിനെ ആയാലും നോക്കാം, അങ്ങനെ നിൽക്കുകയുള്ളൂ. തീർത്ഥം വാങ്ങാൻ കൈ നീട്ടിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുമെന്നുള്ള മട്ടിലാണ്. പിന്നെ കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ച ആളുകളുമുണ്ടല്ലോ. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് ഈ പാർട്ടിക്കാരായ വിശ്വാസികൾ ക്ഷേത്രങ്ങളിലേക്ക് വരണം, അവിടെയുള്ള ശാഖകൾക്കെതിരെ നമ്മൾ നിൽക്കണം. ശാഖ നടത്താൻ പോകുന്ന RSSകാരൊക്കെ നല്ല വിശ്വാസികളാണ്. മാത്രമല്ല അവർക്ക് തീർത്ഥം വാങ്ങുന്നതിനും ചന്ദനമെടുത്ത് നെറ്റിയിൽ കുറി തൊടുന്നതിനും ആ കുറി തൊട്ട് ഓഫീസിൽ പോകുന്നതിനും മടിയില്ലാത്തവരുമാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഒരിക്കലും സമീകരിക്കാൻ കഴിയുകയില്ല. രണ്ടും ആനയും ആടും തമ്മിലുള്ള, കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ RSS ആകാൻ വേണ്ടി, അതായത് നേരത്തെ കമൽനാഥൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ടതുപോലെയാണ്. RSS ആകാനും ഹിന്ദു ആകാനും ഹിന്ദു വിശ്വാസത്തിലേക്ക് വരാനും ഒക്കെ ശ്രമിച്ചാലും അത് സത്യസന്ധമല്ലാത്തിടത്തോളം കാലം ജനം തള്ളിക്കളയും. അതുകൊണ്ട് CPIM ആയിരിക്കുക. ഇടവ വോട്ടുകൾ പോയത് പോയി എന്നങ്ങ് വിചാരിക്കുക. ഇടപെടൽ വിജയിക്കില്ല. Meet the editors.